ഹായ് മക്കളെ, സുഖാണോ? ഓക്കെ, നിങ്ങളെ പുതിയ വർഷം വരവേൽക്കാനായിട്ട് റെഡിയായോ? അപ്പോൾ ഈ മക്കളെല്ലാം എൻ്റെ മക്കളാകാൻ റെഡിയായോന്ന്? ആയോ? യെസ്, നമുക്ക് കിടുമക്കളാണ്. പുതിയ വർഷം പഴയ ഒരു വർഷങ്ങളും പോലെ ആയിരിക്കരുത്. സ്റ്റിൽ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുവാണോ? ടീച്ചറിൻ്റെ ക്ലാസ് 1 കണ്ടോ? ക്ലാസ് 1 പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത ആ മൈൻഡിലേക്ക് നമുക്ക് പുതിയ വർഷം സ്വീകരിക്കണം, അല്ലേ? ജീവിതത്തിൽ ശക്തമായ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിജയിക്കണമെന്ന് വാശിയുള്ളവർക്കും വേണ്ടി മാത്രമാണ് ഞാൻ എഗെയിൻ പറയുവാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലേ, നിങ്ങൾ ഇത്രയും നാളും നിങ്ങൾ എത്രമാത്രം മോട്ടിവേഷൻ കേട്ടു? സ്കൂളിലൊക്കെ നിങ്ങൾക്ക് എത്ര മോട്ടിവേഷൻ തന്നു? അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ നിങ്ങൾ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളയാനാണ് എങ്കിൽ വേണ്ട. അങ്ങനെ അല്ലാതെ എനിക്ക് വേണം, എൻ്റെ ജീവിതത്തിൽ ശക്തമായ മാറ്റം വേണം, എനിക്ക് നല്ല മിടുക്കത്തിയാവണം എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ, നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കണം. അല്ലാണ്ട് ആരും ഓൾ ഓഫ് എ സഡൻ ഹയസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ളവരല്ല. ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി മക്കളെ. ഇന്നലെ ക്ലാസ് 2 2 റിപ്പീറ്റേഷൻ വന്നു. ഞാൻ യൂട്യൂബ് ചാനൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നതാ. അപ്പം നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? അവിടെ ഡബിൾ ചെയ്തത് വോയിസ്, മെഡിറ്റേഷൻ്റെ വോയിസ് ഞാൻ ഡബിൾ ചെയ്തു. അത് എൻ്റെ വരെ വേണമായിരുന്നല്ലോ. അത് ഡബിൾ ചെയ്തപ്പം താഴത്തെ എൻ്റെ വീഡിയോസ് ഡബിളായിപ്പോയി. അങ്ങനെ അവിടെ ഡബിൾ എൻട്രി വന്നതും അങ്ങനെയാണ് 2 പ്രാവശ്യം റിപ്പീറ്റേഷനായിട്ട് വന്നത്, അല്ലേ? ഐ എം സോറി ഫോർ ദാറ്റ്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം മിസ്റ്റേക്സുകളിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇനി ആ മിസ്റ്റേക്ക് വരാതിരിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന തിരുത്തൽ. മനസ്സിലായോ മക്കൾക്ക്? ഇന്നലെ അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് എനിക്കിത് പറയാനും പറ്റി. നമ്മളുടെ കഴിഞ്ഞ കാലത്തിൽ നമ്മൾ എന്തെല്ലാം മിസ്റ്റേക്സുകൾ ചെയ്തോ അത് തിരുത്തപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ പുതിയൊരു വ്യക്തിയാവുന്നത്. തിരുത്തപ്പെടുമ്പോൾ മാത്രമാണ് അത് കറക്റ്റായി പോകുന്നത്. അങ്ങനെ നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റാക്കുമ്പോൾ നമ്മൾക്ക് വിജയമുണ്ടാകുന്നു. ഇനി ടീച്ചറിൻ്റെ ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ലൈവായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അപ്പോൾ എന്താണ്, ഞാൻ നിങ്ങളോട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എത്ര പേര് ചെയ്തു? എന്തിനാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞേ? ഓക്കെ, അതിനകത്ത് നിങ്ങൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും നമ്മുടെ ഫോളോവേഴ്സും നമ്മളെ അറിയുന്നവരും. നമുക്കറിയാവുന്നവരെല്ലാം ആഡ് ചെയ്ത് നമുക്ക് നിങ്ങൾ കുറച്ച് വലുതാവുമ്പോൾ, അതായത് നിങ്ങളൊരു പ്രൊഫഷണലി നിങ്ങൾ സ്കില്ലൊക്കെ ആയിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ അതെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫോളോവേഴ്സും നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അത് ലോങ് ടേം ഗോളാണെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലേ? നമ്മുടെ ലോങ് ടേം ഗോളാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇപ്പോഴേ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് അതിനകത്ത് നിങ്ങൾക്കറിയുന്നവരെല്ലാം നിങ്ങൾക്ക് റിക്വസ്റ്റ് വിട്ടോളൂ, ഓട്ടോമാറ്റിക്കലി അതായിക്കോളും. പിന്നെ നിങ്ങൾക്കറിയുന്ന ആൾക്കാരെല്ലാം അതിൽ ആഡ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യണം. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. കുറച്ച് കുട്ടികൾ ചെയ്തിട്ടുണ്ട്, മിടുക്കന്മാർ. നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ ആരും വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് ഇതേപോലെ ടീച്ചർ ക്ലാസ് എടുക്കുന്നോ, അല്ലേ? നിങ്ങളൊരു ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് മാറിപ്പോവാണ്. ഓക്കെ, അത് ഞാൻ ക്ലാസ്സിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ഇൻഫോർമേഷൻ തരാം കേട്ടോ, നമ്മുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്ലാസ്സാണെന്നുള്ള കാര്യം മറന്നുപോയി. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ ബുക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞിരുന്നല്ലോ, അല്ലേ ടീച്ചർ? ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഫ്രീ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ ബുക്ക് കൊണ്ടുവരണമെന്ന്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിങ്ങൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ, നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു സ്വഭാവം, എനിക്കിതൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിച്ച സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് ആ ബുക്കിലോട്ട് എഴുതിക്കേ. നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്തൊക്കെയാണ് എനിക്കുണ്ടായിരുന്ന ദുശീലങ്ങൾ, ബാഡ് ഹാബിറ്റ്സ്, നിങ്ങളുടെ ഓരോ വളർച്ചേനെയും അതെല്ലാം ബാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കൃത്യസമയത്ത് നമ്മളത് തിരുത്തണം. നമ്മളത് കൃത്യസമയത്ത് തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുതുവർഷത്തിൻ്റെ മുമ്പാട് അതെല്ലാം എഴുത്.
മക്കൾ എഴുതിക്കേ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ബുക്കിലോട്ടൊന്ന് എഴുതണം. എന്തൊക്കെയാ ദുശ്ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാശിയാണോ, ദേഷ്യമാണോ, ഒന്നും നടന്നില്ലെങ്കിൽ കടന്നുകൊണ്ട് കരയുന്നു, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നു, പിന്നെ അതിന് ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാനായിട്ട് കള്ളം പറയുന്നുണ്ടോ, നഖം കടിക്കുന്നതുണ്ട്, ഭയങ്കര ബാഡ് ഹാബിറ്റാണ് കേട്ടോ നഖം കടിക്കുക എന്നുള്ളത്. അങ്ങനെ നഖം കടിക്കുന്നുണ്ടോ, പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ ഒന്നും പ്രോപ്പറായിട്ട് കഴുകാതെ വന്നിരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ നിങ്ങൾക്ക് പിന്നെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഡിസിപ്ലിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് രാവിലെ എണീക്കുമ്പോൾ മുതൽ ചെയ്യേണ്ടതെന്നുള്ളത്. അതെന്തായാലും ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് അത്രയും വേണ്ട, നിങ്ങൾ ഡീപ്പായിട്ട് പോകണ്ട. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മക്കൾ എഴുതൂ, ആ നോട്ട്ബുക്കിലേക്ക് എഴുതൂ. പിന്നെ മൊബൈൽ സ്ക്രീനിൻ്റെ അമിത ഉപയോഗം ഉണ്ടോ, അത് ഞങ്ങളുടെ പഠനത്തെ ഉറക്കത്തെയൊക്കെ ബാധിക്കുന്നുണ്ടോ, അതൊക്കെ ബാഡ് ഹാബിറ്റ്സാണ് മക്കളെ. നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിനിനെയും ബാധിക്കും, നിങ്ങളുടെ കണ്ണിനെയും ബാധിക്കും. നിങ്ങളുടെ പിന്നെ സ്ക്രീനിൻ്റെ ഉപയോഗം നിങ്ങൾ കുറച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഡാമേജ് ആയി പോകും. ഇതൊന്നും ടീച്ചർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന അവയർനെസ് ഒക്കെയാണിത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല. പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ സക്സസ്സിലേക്ക് എത്തില്ല. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും നിങ്ങൾക്ക് തലവേദന ഉണ്ടാകാനും കണ്ണിന് വേദന ഒക്കെയുണ്ട് മക്കളെ. നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. 1 മണിക്കൂർ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരിക്കും, ബാക്കി സമയം ഞാൻ ഒന്നെങ്കിൽ കളിക്കും, ഫിസിക്കലി കളിക്കും, അല്ല പുറത്ത് പോകും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ ഓരോരോ ചെറിയ ചെറിയ പണികളിൽ അമ്മേനെയും പപ്പേനെയും സഹായിക്കും, അവരുടെ കൂടെ മിങ്കിൾ ചെയ്യും, അങ്ങനെ, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മുറ്റത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ഗാർഡൻ ഇഷ്ടമാണെങ്കിൽ ഗാർഡനിങ് ചെയ്യാം, എന്തെല്ലാം കാര്യം ചെയ്യാം. പക്ഷെ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ 1 മണിക്കൂർ മാത്രം നിങ്ങൾ തീരുമാനിക്കണം മക്കളെ. ഞാൻ എൻ്റെ കണ്ണിനെ സ്നേഹിക്കുന്നു, എനിക്ക് എൻ്റെ കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് എൻ്റെ ബ്രെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടില്ല, എനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവില്ല. അന്ധനായ നിങ്ങൾക്കൊക്കെ ആര് തരും? ഒരു ഫാമിലി തരുമോ? ഇല്ല. അവൻ്റെ കണ്ണ് കാണുന്നില്ല. ഇനിയിപ്പോൾ കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരിക്കും. അവന് കണ്ണൊക്കെ ഉണ്ടോ എന്ന് നോക്ക്, അവന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ, സ്പെക്സ് ആണോ വെച്ചിരിക്കുന്നത്, സ്പെക്സ് ഒന്ന് മാറ്റി നോക്ക്, അവന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ജനറേഷൻ, നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൻ്റെ അമിത ഉപയോഗം കൊണ്ട്. അപ്പം നിങ്ങളത് മസ്റ്റായിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക മക്കളെ. നിങ്ങളുടെ പപ്പയും മമ്മിയും ഒന്നും അല്ല അത് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ കണ്ണ് നിങ്ങൾ വേണം സംരക്ഷിക്കാൻ. അത് അവരെത്ര പറഞ്ഞാലും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? ആണോ മക്കളെ? എനിക്കറിയത്തില്ല. അങ്ങനെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ നിങ്ങൾ സ്വന്തം 100% മൈൻഡോടെ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ദുശ്ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അലസത, വൃത്തിയില്ലായ്മ, സാധനങ്ങൾ യഥാസ്ഥാനത്ത് വെക്കാതിരിക്കുക, പല്ല് തേക്കാനോ കുളിക്കാനോ ഒക്കെ ആയിട്ടുള്ള മടി, നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല. നന്നായിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾ. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ എത്ര വെയിറ്റ് ആണോ ആ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളമൊക്കെ നിങ്ങൾ കുടിക്കണം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇഷ്ടമില്ലായ്മ എന്തൊക്കെയാണോ അതെല്ലാം അങ്ങോട്ട് എഴുത്. പുതിയ ബുക്കിനകത്ത് 2026 നമുക്ക് സൂപ്പറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണോ. ടീച്ചർ ഇത് പറഞ്ഞതിനകത്ത് എല്ലാവരും ഒന്നും ഉണ്ടാവില്ല, ചില പിള്ളേരുണ്ട് നല്ല മിടുക്കൊരു പിള്ളേർ, ഒരു 1 hour മാത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് മമ്മയുടെയും പപ്പയുടെയും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു, വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല മക്കളുണ്ട്. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നല്ല കിഡു മക്കളുണ്ട്. അവരുടെ പേരൻസൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കൊതിയാവും. അത്രയ്ക്ക് നല്ല കിഡു മക്കളുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ മിടുക്കര മക്കളാണ് കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങളുടെ ഇത്താത്തേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഇത്താത്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വേണം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പപ്പയ്ക്കും മമ്മയ്ക്കും ഒക്കെ വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ. നിങ്ങളുടെ സിബ്ലിങ്സിനൊക്കെ വേണം പ്രയോറിറ്റി കൊടുക്കാൻ. അല്ലാണ്ട് ഈ പുറത്തുള്ളവരൊക്കെ നിങ്ങളെ എത്ര നാൾ സംരക്ഷിക്കുന്നു വിചാരിച്ചിട്ടാണ് മക്കളെ. നിങ്ങൾ ഈ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് ഇരുന്ന് നിങ്ങളുടെ സമയം മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിലയുണ്ടാകുന്ന ഒരു കാലം വരും. അന്ന് ടീച്ചറിനെ ഓർക്കും. പക്ഷേ അപ്പോഴത്തേക്കും നിങ്ങൾ ലേറ്റായി പോകും. നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ എല്ലാ സക്സസ്സുകളും നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും.
അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ആരും മോട്ടിവേഷന് വേണ്ടി വരത്തില്ല. ഇനി കൂടുതൽ മോട്ടിവേഷൻ വേണോ, ടീച്ചറിൻ്റെ ക്ലാസ്സിലോട്ട് കയറുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ അപ്പോൾ എല്ലാം എഴുതിയോ? അപ്പോൾ എല്ലാം എഴുതി റെഡിയായോ മക്കളെ? എല്ലാം അടിപൊളിയായോ? എല്ലാം എഴുതിയിട്ടില്ലേ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ എഴുതി. ഇനി നിങ്ങൾ അതിൻ്റെ ആലോചിക്ക്, നിങ്ങൾ അതിന് നേരെ ഓപ്പോസിറ്റ് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അതിനെ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളെ തന്നെ മെനഞ്ഞെടുക്കണം മക്കളെ. നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? നിങ്ങൾ എഴുതിയിരിക്കുന്നതിൻ്റെ ഓരോന്നും നിങ്ങൾ തന്നെ വായിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. എനിക്ക് ഭയങ്കര മടിയാണ് എന്നുള്ളതിന് ഞാൻ എപ്പോഴും നല്ല ഉത്സാഹത്തോടെയും ഉണർവോടുകൂടിയും ഞാൻ ഇരിക്കും. എന്നിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡിസിപ്ലിനാക്കി വെക്കും. നല്ല വൃത്തിയോടുകൂടി ആയിരിക്കും. 2025 ഞാൻ ഇവിടം കൊണ്ട് കളഞ്ഞിട്ട് 2026 അല്ലെങ്കിൽ ന്യൂ ഇയറിലേക്കുള്ള എൻ്റെ കാൽവെപ്പുകൾ, എൻ്റെ എല്ലാം മടിയെല്ലാം ഞാൻ മാറ്റി ഭയങ്കര ഉത്സാഹമുള്ള ഒരു വ്യക്തിയായി മാറും. പിന്നെ രാവിലെയും വൈകുന്നേരം പല്ല് തേക്കുക. നിങ്ങൾ പല്ല് തേക്കുമ്പം ഒരു നേരം നിങ്ങൾ റൈറ്റ് ഹാൻഡ് കൊണ്ടും ഒരു നേരം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും പല്ല് തേക്കാനായിട്ട് ഓർക്കണം. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അതറിയാം, അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനുമായിട്ടുള്ള ഒരു കണക്ഷനാണ്, അത് ബ്രെയിൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ മക്കൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതുക. പിന്നെ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ റോൾ മോഡൽ, നിങ്ങൾക്ക് ഇഷ്ടം, ചിലപ്പം നിങ്ങളുടെ പേരൻസൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും. അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിചാരിക്കുക, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. ഇഷ്ടമില്ലായ്മയും ഇഷ്ടക്കേടുകളെല്ലാം ഒരുപോലെ ആക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം അല്ലേ. നിങ്ങൾ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കരുതേ മക്കളെ. നല്ല ശീലങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് നിങ്ങളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ആരും അപ്രിഷ്യേറ്റ് ചെയ്യാൻ വരുമൊന്നുമില്ല. നിങ്ങളെ തന്നെ തോളത്തിങ്ങനെ തട്ടിയിട്ട് പറയണം, യു ആർ ഗ്രേറ്റ്, യു ഡൺ എ വെരി ഗുഡ് ജോബ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ശാന്തമായിട്ട് സംസാരിക്കണം. നിങ്ങൾ ഒത്തിരി പൊട്ടിത്തെറിക്കുന്ന കുട്ടികളാണെങ്കിൽ താഴെ എഴുതൂ, ഞാൻ ശാന്തമായിട്ട് സംസാരിക്കും, ഞാൻ ശാന്തമായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ് എന്നെഴുതുക. എന്താ, പിന്നെ ഞാൻ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെഴുതണം. അതായത് നമ്മൾ നടന്നു കഴിഞ്ഞതായിട്ട് എഴുതണ്ടേ. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഇഷ്ടം നേരെ ഓപ്പോസിറ്റ് എഴുതുമ്പോൾ അതായത് അഫർമേഷൻ രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ എന്താ എഴുതണ്ടേ, ഞാൻ ശാന്തമായി സംസാരിക്കുന്ന കുട്ടിയാണ്, ഞാൻ എല്ലാവരെയും അംഗീകരിക്കുന്ന കുട്ടിയാണ്, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന കുട്ടിയാണ്, ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടെല്ലാം വളരെ റെസ്പെക്റ്റായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന കുട്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആണ്, അതായത് നിങ്ങളായി കഴിഞ്ഞതായിട്ട്, അതായത് 2026 നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ന്യൂ ഇയറിൽ അങ്ങനെയാണ് എന്നാണ് ഇനി എഴുതാൻ പോകുന്നത് മൊത്തം. ഓക്കെ, നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് എന്താണ് എഴുതുന്നത്, ഞാൻ വളരെ ശാന്തശീലനായ കുട്ടിയാണ്, അമിതമായ വികൃതികളൊന്നും എനിക്കില്ല, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ കള്ളം പറയുന്ന കുട്ടിയല്ല, ഞാൻ നഖം കടിക്കുന്ന കുട്ടിയല്ല, ഞാൻ വളരെ നല്ല ശീലങ്ങളുള്ള കുട്ടിയാണ്. അങ്ങനെ എഴുതണം. പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാം എഴുതിയില്ലേ? ഇനി പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർ, അങ്ങനെ എന്തെങ്കിലും സ്വഭാവം, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ മൊബൈലിലിരിക്കാനുള്ള ഒരു ഇഷ്ടമാണ് കൂടുതൽ, പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ അങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് എഴുതണം, ഐ ലവ് ടു സ്റ്റഡി, എനിക്ക് പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, ഐ ആം വെരി എനർജറ്റിക്, ഞാൻ വളരെ ഉത്സാഹമുള്ള കുട്ടിയാണ്. അങ്ങനെ എന്താ പറയുക, പിന്നെ പേരൻസൊക്കെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും കിടന്നുകൊണ്ട് കരയുന്ന കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ അവരെന്താ എഴുതണ്ടേ, ഐ ആം ഇമോഷണലി വെരി സ്ട്രോങ്, താങ്ക് യു. പിന്നെ പഠിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാലും അത് മെമ്മറിയിൽ നിൽക്കുന്നില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെന്താണ് എഴുതണ്ടേ, താങ്ക് യു ഫോർ മൈ
പെർഫെക്റ്റ് മെമ്മറി. നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മെമ്മറിക്ക് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നടക്കണം. ഓക്കെ, ഐ ഹാവ് എ പെർഫെക്റ്റ് മെമ്മറി എന്ന് എഴുതുക. അത് നമ്മൾ ദൈവത്തിനോട്. അപ്പോൾ നമുക്കിപ്പം മക്കൾക്ക് അങ്ങനെ മെമ്മറി കിട്ടുന്നില്ലാത്തതാണ് പിള്ളേർ എന്ത് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നറിയാമോ? താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് മെമ്മറി, താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് മെമ്മറി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. താങ്ക് യു പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിന് ഇനി മുതൽ താങ്ക് യു പറയാം. ഇന്നലെ വരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതിനെക്കുറിച്ചായിരുന്നു ഞാൻ താങ്ക് യു പറയാൻ പറഞ്ഞത് അല്ലേ. ഇപ്പം എന്താ പറയുന്നത്? നമുക്കിനി വരാൻ പോകുന്നത്, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ താങ്ക് യു പറയണം. അപ്പം താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് മെമ്മറി. അപ്പം നമ്മളിപ്പം ഐ ആം വെരി ഹാപ്പി. നിങ്ങൾക്ക് ഒത്തിരി സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഐ ആം വെരി ഹാപ്പി. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാം, പഠിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഐ ലവ് ടു സ്റ്റഡി. പിന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറയാം. നിങ്ങൾ 2026 നിങ്ങൾക്കിങ്ങനെ ഇതേപോലെ, ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതിയെന്ന് ടീച്ചറിന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം പിന്നെ നിങ്ങൾ ടീച്ചറിന് പേഴ്സണലായിട്ട് അയച്ചു തരികയാണെങ്കിൽ ടീച്ചർ അത് കറക്റ്റ് ചെയ്ത് തരാം. മിസ്റ്റേക്സ് വരുത്തരുത്. നമ്മൾ ആ പോസിറ്റീവ് അഫർമേഷൻ എഴുതുന്നതിനകത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടതും, കിട്ടിക്കഴിഞ്ഞതായിട്ട് വേണം നിങ്ങൾ താങ്ക് യു പറയേണ്ടതും. മനസ്സിലായോ മക്കളെ? അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല കിട്ടും മക്കളാവും. നിങ്ങൾ ഐ ആം സൂപ്പർ എന്ന് പറയാം. ഐ ആം സൂപ്പർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഐ ആം സൂപ്പർ, ഐ ഹാവ് എ പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ ഇൻ മൈ സ്റ്റഡീസ് എന്ന് പറയാം അല്ലേ. നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ സ്റ്റഡീസിൽ കിട്ടാത്ത മക്കളുണ്ടെങ്കിൽ ഇങ്ങനെ അഫർമേഷൻ പറയാം. ഐ ഹാവ് എ പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ ഇൻ മൈ സ്റ്റഡീസ് അല്ലേ. പിന്നെ എൻ്റെ ഈ ജീവിതം എന്തിനാ, എനിക്ക് എൻ്റെ ജീവിതം ഇഷ്ടമേ ഇല്ല എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടോ? എങ്കിൽ നേരെ തിരിച്ച് നിങ്ങൾ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക, താങ്ക് യു ഫോർ മൈ ബ്യൂട്ടിഫുൾ ലൈഫ്. നമുക്ക് നമ്മുടെ ലൈഫിനെ ഇഷ്ടമില്ലാതെ വരുന്നത് ചിലപ്പോൾ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുകയും നമ്മളൊത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അവർ നമുക്ക് വേദന തരുമ്പോഴാണ് നമുക്ക് അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ വിചാരിക്കേണ്ട. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിതം. മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന സമയത്തോ അല്ല മറ്റുള്ളവരുടെ ദേഷ്യം നമ്മളിലേക്ക് കാണിക്കുന്ന സമയത്തോ നമ്മളെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് ഞാൻ മൈൻഡ് പവറിൻ്റെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താങ്ക് യു ഫോർ മൈ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ കിട്ടിയ ലൈഫിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ നന്നായിട്ട് വെള്ളവും വളവും ഒക്കെ ഇട്ട് അതിനെ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കണം. ഓക്കെ, ദൈവം തന്ന ഈ ജീവിതത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ നല്ല അബണ്ടൻസിലേക്ക് എത്തണം. എല്ലാവരും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ് മക്കളെ, എല്ലാവരും. നിങ്ങൾ ഇപ്പം നിങ്ങൾ ഓരോരുത്തരെ കാണുന്നില്ലേ, അവരെങ്ങനെയാണ് ആ അബണ്ടൻസിലേക്ക് എത്തിയത്? അവർക്കുമുണ്ട് ഒരു ചരിത്രം, ഒരു സീറോയിൽ നിന്നുള്ള ചരിത്രം. പിന്നെ ഈ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഇപ്പം ഭയങ്കര നല്ല രീതിയിൽ എത്തിയത് അവർക്കുണ്ടായിരുന്നു. അവർ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒത്തിരി ചെയ്തു. എല്ലാ പ്രൊഡ്യൂസറിൻ്റെ അടുത്തും ഡയറക്ടേഴ്സിൻ്റെ അടുത്തുമൊക്കെ ചോദിച്ച് നടന്ന കാലമുണ്ട് മോഹൻലാലിന്. അങ്ങനെ അവർക്കും ഉണ്ട് താഴെ എന്നുള്ളൊരു വളർച്ച. പിന്നെ അവർ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അവർ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് അവർ അതിനെ സക്സസ്സിലേക്ക് എത്തിച്ചതാണ്. അതിന് ചെറിയ ഒരു ഹാർഡ് വർക്കൊന്നും അല്ല അവർ കാണിച്ചിട്ടുള്ളത്. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവർ ആ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. നമ്മൾക്കും ഏതൊരു നല്ല പൊസിഷൻ അച്ചീവ് ചെയ്യണമെങ്കിലും നമ്മൾ ചെറിയതിൽ നിന്ന് തുടങ്ങണം, സീറോയിൽ നിന്ന് തുടങ്ങണം. അത് നിങ്ങളുടെ ഡിസിപ്ലിനിൽ നിന്നാണ് നിങ്ങൾക്ക് തുടങ്ങേണ്ടത്. ആ ഡിസിപ്ലിനിൽ നിന്ന് വേണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡിസിപ്ലിനാണ് നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നത് മക്കളെ. അങ്ങനെ ഇപ്പോൾ എല്ലാം ഒന്നും ടീച്ചറിന് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ സമയം ഏകദേശം 20 minutes ആയി. അപ്പം അത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആവശ്യമുള്ള മക്കൾ ടീച്ചറിനെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, എന്നാലും നിങ്ങളെ ഹാപ്പി ന്യൂ ഇയറിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടി നിങ്ങൾ മിനിമം എത്രയെങ്കിലും എല്ലാ മക്കളും ചെയ്യുക. എന്താ ചെയ്യേണ്ടേ? പോസിറ്റീവായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി നല്ല പുതിയ സ്വഭാവത്തിലേക്ക് ആക്കി എഴുതണം. എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി നിൽക്കണം. എല്ലാ ദിവസവും അത് എടുത്ത് നോക്കണം.
ഞാൻ ദേഷ്യപ്പെടുന്ന കൊച്ചാണോ, ഞാൻ ശാന്തമായിട്ട് സംസാരിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതെടുത്ത് നോക്കുമ്പോൾ മാത്രമേ നമ്മുടെ മെമ്മറിയിലേക്ക് അത് പോവുള്ളൂ. അപ്പോഴാണ് മെമ്മറി അത് മനസ്സിലാക്കുകയും അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് ഇട്ട് തരികയും ചെയ്യുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണോ പതിയുന്നത് അതായിരിക്കും നിങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് മക്കളെ. ഓക്കെ, അതിന് സബ് കോൺഷ്യസ് മൈൻഡിനെയും കോൺഷ്യസ് മൈൻഡിനെയും കുറിച്ച് വളരെയധികം അറിയേണ്ടതുണ്ട്. അതെല്ലാം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ മക്കൾ ഇത്ര മാത്രം ചെയ്യുക. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം മാറ്റി തുടക്കം ചെറുതിൽ നിന്നാക്കൂ. നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റുക. ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ സ്വഭാവം നിങ്ങളായിട്ട് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് പുതുവർഷത്തിൽ വളരെ അബണ്ടൻസിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ മാറുന്ന സമയത്തെ ഒരു പിക്ചർ സ്ക്രീനിൽ കാണിക്കാവേ. കാണുന്നുണ്ടോ? ഓക്കെ മക്കളെ, ഇതിനകത്ത് എന്താ കാണിക്കുന്നത്? ഇതിൽ നമ്മൾ ജനിക്കുന്നു, അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? നാട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യാതിരുന്നാൽ, എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, അയ്യോ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടി നടന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും? ടീച്ചറിൻ്റെ ലൈഫിൽ ടീച്ചറിന് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നിനക്കെന്താ നാണം ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ അവളെ മൈൻഡ് ചെയ്തില്ല. ഞാൻ അവളോട് ബൈ ബൈ പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ കുതിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പിന്നിൽ നിന്ന് ആരൊക്കെ എന്നെ കളിയാക്കിയെങ്കിലും ഞാൻ അതൊന്ന് കേൾക്കാൻ പോലും നിന്നിട്ടില്ല. അതേപോലെ ആയിരിക്കണം. നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും നിങ്ങളിലേക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുക, ഓ നീ എന്താ ഇപ്പം ഇതൊക്കെ നിർത്തിയോ, നീ എന്താ ഇപ്പം ഞങ്ങളോടൊന്നും കൂട്ടുകൂടുന്നില്ലേ? നിങ്ങൾ കൂട്ടുകൂടേണ്ടത് നല്ല കുട്ടികളുടെ കൂടിയായിരിക്കണം. എപ്പോഴും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത്, പഠനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ എത്താം എന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലേക്ക് എങ്ങനെ പോകാം, അങ്ങനത്തെ എന്താ കാര്യങ്ങൾ, പുതിയതായിട്ടുള്ള ടെക്നോളജികളെക്കുറിച്ച് പഠിക്കുന്നത്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഇൻഫോർമേഷൻ തരുന്ന കുട്ടികളുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്താൽ നിങ്ങളും അതിലൊരാളായി മാറും. ഇല്ലേ? ഏത് സമയം മറ്റുള്ള മോശമായിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ചും എന്താ പറയുക, കഞ്ചാവും മയക്കുമരുന്ന്, എന്താ പറയുക, ഡ്രിങ്ക്സ് പോണക്കത്തെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന കുട്ടികളാകുമ്പോൾ നിങ്ങളും അവരിലൊരാളായി തീരും. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഇൻട്രാക്ഷൻ. നിങ്ങൾ ആരോട് കൂടിയാണോ ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾ അതിൽ നിന്ന് കം ഓവർ ചെയ്യണമെങ്കിൽ ആദ്യം അങ്ങനെയുള്ളവരെ നിങ്ങളൊരു ഹൈ ബൈ ബന്ധത്തിൽ അവിടെ നിർത്തിയിട്ട് നല്ല ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കണം ശരി ഏത് തെറ്റേത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് മക്കൾ എല്ലാവരും നല്ല ഒരു കോൺഷ്യസ് മൈൻഡിലായിട്ടിരിക്കുക. പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവിധ